കോഴിക്കോട് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റ് പദ്ധതിയുടെ നറുക്കെടുപ്പിനെ ചൊല്ലിയുള്ള വിവാദം പുകയുകയാണ്. തട്ടുകടകളുടെ ക്രമീകരണത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാനുകൂല സംഘടനയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു എന്നാണ് ഇവരുടെ ആരോപണം. വെൻഡിംഗ് കാർട്ടുകൾക്കായി കോർപ്പറേഷൻ ചെലവഴിച്ച തുകയിലും അഴിമതിയുണ്ടെന്ന് ഇവർ ആരോപിക്കുന്നു. ഫുഡ് സ്ട്രീറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഉന്തുവണ്ടിക്കടയുടെ നറുക്കെടുപ്പിനെ ചൊല്ലിയുള്ള വിവാദം വീണ്ടും പുകയുന്നത്. ബീച്ചിൽ 240 മീറ്റർ നീളത്തിലുള്ള സ്ഥലത്ത് ആകെ 90 ഉന്തുവണ്ടി കച്ചവടക്കാർക്കുള്ള സൗകര്യമാണ് കോർപ്പറേഷൻ ഒരുക്കിയിട്ടുള്ളത്. കച്ചവടക്കാർക്ക് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഓഫീസിൽ നറുക്കെടുപ്പും നടന്നിരുന്നു. എന്നാൽ അന്ന് ഒരു വിഭാഗം കച്ചവടക്കാർക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. തലേ ദിവസമാണ് നറുക്കെടുപ്പ് വിവരം അറിയിച്ചതെന്നും അതുകൊണ്ട് എത്താൻ സാധിച്ചില്ല എന്നുമായിരുന്നു കച്ചവടക്കാർ ഇതിനു നൽകിയ വിശദീകരണം. എന്നാൽ പിന്നീട് നടന്ന നറുക്കെടുപ്പ് തങ്ങളെ അറിയിച്ചില്ല എന്നും ഉന്തുവണ്ടി ക്രമീകരണത്തിൽ ഭരണകക്ഷി സംഘടനകൾക്ക് അനുകൂലമായ നിലപാട് കോർപ്പറേഷൻ സ്വീകരിച്ചു എന്നുമാണ് ഒരു വിഭാഗം കച്ചവടക്കാരുടെ ആരോപണം. വെൻഡിംഗ് കമ്മിറ്റി അംഗമായ തന്നെ പോലും നറുക്കെടുപ്പ് വിവരം അറിയിച്ചില്ലെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത പറഞ്ഞു. ഇപ്പോൾ സെക്രട്ടറിയും ഭരണസമിതിയും മാത്രം ഉൾപ്പെട്ട് എടുത്ത നറുക്കിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വജനപക്ഷപാതം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ല. പിന്നെ ഇവിടെ ന്യായമായിട്ട് കച്ചവടം നടത്തുന്ന കച്ചവടക്കാർ പലരും ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ്, എല്ലാവരും തന്നെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് അവർ ഈ പെട്ടിക്കട വാങ്ങുന്നതിന് വേണ്ടിയുള്ള തുക കണ്ടെത്തിയത്. അപ്പോൾ അത്തരം ആളുകളെ നിർബന്ധമായും പരിഗണിക്കേണ്ടതാണ്. കള്ളനാണയങ്ങളെ പരിഗണിക്കാതിരിക്കുകയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതമില്ലാതെ അർഹിക്കുന്ന രീതിയിൽ ലഭ്യമാവേണ്ട ആളുകളെ പരിഗണിക്കുകയും ചെയ്യണമെന്നാണ്. വെൻഡിംഗ് കാർട്ടുകളുടെ വിതരണത്തിലും ഏകപക്ഷീയമായ നിലപാടാണ് കോർപ്പറേഷൻ സ്വീകരിച്ചത്. വെൻഡിംഗ് കാർട്ടുകൾക്കായി കോർപ്പറേഷൻ ചിലവഴിച്ച തുകയിൽ അഴിമതിയുണ്ടെന്നും കച്ചവടക്കാർ ആരോപിക്കുന്നു. പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ കച്ചവടക്കാരുടെ കാര്യത്തിലും ഉടൻ തീരുമാനമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. വിഷയം രാഷ്ട്രീയമായി കാണാതെ എല്ലാ തൊഴിലാളികൾക്കും തുല്യനീതി ഉറപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്.